കൂടിപ്പോയാൽ ഇനി എന്തെങ്കിലും ഇംപ്രവൈസേഷൻ പറഞ്ഞാൽ പോലും കൂടിപ്പോയാൽ 1 മണിക്കൂറിൽ എനിക്ക് റാപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസിൽ ഫുൾ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഫുൾ ജോഷിലിങ്ങനെ ഇരിക്കുകയാണ്. 4 മണി 4:15 ഉണ്ടാവും ആൾ പോയി. 5 മണിയായി, 6 മണിയായി, 6:30 അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഒരു ഡേഞ്ചറും ഇല്ല. ഞാൻ ഒന്നിനെക്കുറിച്ചും അവെയറല്ല. എൻ്റെ ഫുൾ ഫോക്കസ് പാട്ട് പാടുക. പാട്ട് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം വരണു, പാടണു, പോണു. വേറൊന്നും ഞാൻ അവെയറല്ല. ഈ സമയത്ത് നോക്കുമ്പോൾ ഈ മറ്റേ സൗണ്ട് എഞ്ചിനീയർ സ്റ്റുഡിയോയും പൂട്ടി പുള്ളിയും പോയി. ഈ സ്റ്റുഡിയോ ആണെന്നുണ്ടെങ്കിൽ വലിയൊരു പ്രോപ്പർട്ടിക്കകത്താണ്. അപ്പം എനിക്ക് പുള്ളി പോയി. അപ്പോഴും എന്താ ഇദ്ദേഹം വരാത്തത് എന്നുള്ളൊരു ടെൻഷനുണ്ട്. എനിക്ക് സേഫായിട്ടൊരു സ്ഥലത്ത് എത്തണമല്ലോ എന്നുള്ള ടെൻഷനുണ്ട്. പക്ഷെ പാടണം. അത്രയും നമ്മളിങ്ങനെ അതിലാണ് ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന ചിന്തകൾ. അങ്ങനെ ഒരു 7 മണിയായപ്പോൾ ഞാൻ നോക്കുമ്പോൾ അച്ഛൻ കയറി വരുന്നു പാലക്കാട്ടിൽ നിന്ന്. അങ്ങനെ അച്ഛൻ വന്നു, എന്നെ കണ്ടു. കഴിഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, തുടങ്ങിയിട്ടില്ല. ഒന്നും മിണ്ടിയില്ല, മിണ്ടാണ്ട് അവിടെ ഇരുന്നു. അതും കഴിഞ്ഞൊരു 7:30 കഴിഞ്ഞപ്പോഴാണ് മ്യൂസിക് ഡയറക്ടറുടെ എൻട്രി. ഫുൾ ഡ്രസ്സൊക്കെ അലങ്കോലമായി, കണ്ണൊക്കെ ചുമന്ന് വേർത്ത് കുളിച്ച് കുടിച്ച് 4 കാലിലാണ് ആശാൻ വരണം. ഇങ്ങനെ ആടിയിട്ട് അച്ഛനെ കണ്ടതും ആളുടെ മുഖം അങ്ങോട്ട് എന്താ പറയുക വെള്ള പേപ്പറായി. പിന്നെ അരിശം. കയറ് പാടാം. അങ്ങനെ കയറി പാടി. ആളിങ്ങനെ റിവോൾവിങ് വലിയൊരു ചെയറുണ്ട്, അതിലിങ്ങനെ ഒരു ലെതർ ചെയറാണ്, അതിലിങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഞാൻ പാടുന്നുണ്ട്. പുള്ളി ഇന്ന് ഞാൻ ആലോചിക്കുമ്പോഴേ പുള്ളി അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ വളരെ ചിട്ടയായിട്ട് ഫുൾ ട്രാക്ക് ഓൺ ചെയ്തു. അതായി ഞാൻ പാടാൻ തുടങ്ങി. ഫുൾ പാട്ട് പാടി. അപ്പോൾ ശാസ്ത്രീയ സംഗീതം മാത്രമേ പാടാവൂ എന്ന് ഉള്ള ചിട്ടയുള്ള അച്ഛൻ്റെ മുമ്പിലിരുന്നിട്ട് അച്ഛൻ കൺസോളിലിരിക്കുന്നുണ്ട്, ഞാൻ പാടുകയാണ്. പാടിക്കഴിഞ്ഞു ഞാൻ കയറി കൺസോളിലേക്ക് വന്നപ്പം ചെറിയൊരു ചളിപ്പുണ്ട് അച്ഛനെ ഫേസ് ചെയ്യാൻ. കാരണം ഇതൊക്കെ പാടാനാണോ നിന്നെ ഞാൻ പാട്ട് പഠിപ്പിച്ചതെന്നൊക്കെ അച്ഛൻ്റെ മനസ്സിൽ പോയിട്ടുണ്ടാവുമോ എന്നുള്ളൊരു ചളിപ്പ്. പക്ഷെ എന്നെ കണ്ടപ്പോൾ അച്ഛനിങ്ങനെ വളരെ മൈൽഡായിട്ട് നന്നായി പാടി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇനിയിപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല, ഈ പാട്ട് ഞാനും കൂടെ അതിലുണ്ട്. കാരണം സാറിന് എന്തായാലും ഇഷ്ടമാവുമല്ലോ. പുള്ളി അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്നു. അതായത് എൻ്റെ അച്ഛനോടുള്ള അല്ലെങ്കിൽ ഞാൻ അത്രയും ഒരു ദിവസം സ്പെൻഡ് ചെയ്ത സമയത്തിനോടുള്ള ബഹുമാനം ഒന്നുമില്ല. ആളെന്താ പറഞ്ഞറിയോ, എനിക്ക് ഇപ്പോൾ ഭയങ്കര തലവേദന. ഞാൻ നാളെ മറ്റന്നാൾ ഇത് കേട്ടിട്ട് ഞാൻ പറയാം. ശരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീവ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു അടിയായിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീയാണ് ഫീമെയിൽ ഡ്യുവറ്റിലെ ദ സെക്കൻഡ് വോയിസ് എന്ന് പറഞ്ഞിടത്ത് പാടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആൾ പറയുകയാണ് തലവേദനയാണ്, ഞാൻ കേട്ടിട്ട് പറയാം, എന്നോട് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ പുള്ളി എന്നെ പാടിച്ചിട്ടില്ല. സോ ഹീ നെവർ ഹാഡ് ദാറ്റ് ഇൻറ്റൻഷൻ ടു മേക്ക് മീ സിങ് എന്നുള്ളതാണ്.